ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ടീൽസ് ബൈ ഇന്ദു ജീവൻ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആഗ്രയിലെ മെഹ്താബ് ബാഗിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. താജ്മഹലിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്ന യമുന നദിയുടെ ഇക്കരെ കരയിലാണ് ഈ ഒരു ഗാർഡൻ ഉള്ളത് കേട്ടോ, മെഹ്താബ് ബാഗ്. ഇവിടെ നിന്ന് താജ്മഹലിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടുമേ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. അത് കൊള്ളാം. ഈ വർഷത്തെ കോമഡി. താജ്മഹലിന്റെ പ്രത്യേകത എന്താണ്? അത് 4 സൈഡിൽ നിന്നും ഒരേപോലെയാണ്. ഈ കാണുന്നൊക്കെ മരങ്ങളാട്ടോ, ഫ്രൂട്ട് ട്രീസ് ആണ്. ഒരുപാട് പേരയും വേറെ എന്തൊക്കെയോ ഉണ്ട്. ഈ മെഹ്താബ് ബാഗ് എന്ന് പറയുന്നത് ആൾക്കാർ സാധാരണയായിട്ട് ഈവനിങ്, അതായത് സൺസെറ്റ് കാണാനാണ് വരുന്നത് കേട്ടോ. ഇവിടുത്തെ സൺസെറ്റ് വ്യൂ ഭയങ്കര നല്ല രസമെന്നാണ് പറയുന്നത്. താജ്മഹലിൻ്റെയും ആഗ്ര കോട്ടയുടെയും എതിർവശങ്ങളിലായി യമുന നദിയുടെ തീരത്ത് 11 പൂന്തോട്ടങ്ങൾ മുഗൾ രാജാക്കന്മാർ നിർമ്മിച്ചിരുന്നു. അതിൽ അവസാനത്തേതാണ് നമ്മൾ ഈ കാണുന്ന മെഹ്താബ് ബാഗ്. താജ്മഹലിന് വടക്ക് ഭാഗത്തായി യമുന നദിയുടെ മറുകരയിലാണ് മെഹ്താബ് ബാഗ് ഉള്ളത്. താജ്മഹലിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് ഷാജഹാൻ ഈ ഉദ്യാനത്തെ കണ്ടിരുന്നത്. താജ്മഹലിൻ്റെ അതേ വലിപ്പത്തിലാണ് മെഹ്താബ് ബാഗ് നിർമ്മിച്ചിട്ടുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ ആഗ്ര സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ ഷാജഹാൻ ചക്രവർത്തി ഒരു ബ്ലാക്ക് താജ്മഹൽ കൂടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. അത് താജ്മഹലിന് വടക്ക് ഭാഗത്ത് യമുന നദിയുടെ മറുകരയിലെ ഉദ്യാനത്തിലാണെന്നും എന്നാൽ ഷാജഹാന്റെ പുത്രനായ ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കിയിരിക്കുകയാണെന്നും കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. 1871 ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ കാർലീൻ ഇവിടെ ഗവേഷണം നടത്തുന്നതിനിടയിൽ ഒരു കെട്ടിടത്തിൻ്റെ ബേസ്മെൻ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് ബ്ലാക്ക് താജ്മഹലിൻ്റെ ബേസ്മെൻ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്നാൽ ഷാജഹാൻ ചക്രവർത്തിക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് താജ്മഹൽ നിർമ്മിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നതായി തെളിയിക്കാൻ കഴിയുന്ന ഒരു രേഖയും നാളിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെഹ്താബ് ബാഗിലെ കാഴ്ചകൾ. കണ്ടില്ലേ, മെഹ്താബ് ബാഗിൻ്റെ പിറകിൽ താജ്മഹൽ എങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:15 കേട്ടോ. ഒരു 6 മണിയോടുകൂടിയായിരിക്കും ഇവിടെ സൺസെറ്റ് എന്ന് പറയുന്നത്. അത് കാണാൻ നിൽക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ല. എല്ലാവരും ഒത്തിരി ടയേർഡാണ്. ഇനി റൂമിലേക്കൊന്ന് പോകണം, ഒന്ന് ഫ്രഷ് ആണ്. പറ്റുമെങ്കിൽ വൈകിട്ട് ആഗ്രയിലെ രാത്രി കാഴ്ചകളും കൂടെ കാണാൻ ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ഉണ്ട്. ഇറങ്ങുവാണെങ്കിൽ ആ കാഴ്ചകൾ നിങ്ങളിലേക്കും എത്തിക്കാം കേട്ടോ. അങ്ങനെ മെഹ്താബ് ബാഗൊക്കെ കണ്ടുവന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 8 മണിയോട് എടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഇവിടുത്തെ മാർക്കറ്റ് എവിടെയാണ്? സദാർ ബസാർ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ആഗ്രയിൽ. അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാൻ, എന്താ ഏതോ ഒന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് പോകണം. പിന്നെ കുറച്ച് പേട്ട വാങ്ങണം, ആഗ്ര പേട്ട. ഇവർക്കൊക്കെ കഴിക്കാനല്ലേ, ഇഷ്ടമല്ലേ കഴിക്കാൻ? അതെ, അപ്പോൾ കുറച്ച് ആഗ്ര പേട്ട മേടിക്കണം. അങ്ങനെ ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ഈ ആഗ്ര ടൗൺ എന്ന് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ആ ഭാഗം അത്രയും തിരക്കില്ലെങ്കിലും പക്ഷെ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ 9 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് പോവേണ്ടത്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്നും 1/2 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കുന്ന കേട്ടോ പറയുന്നേ. അതെ അതെ, ഞങ്ങളിത് ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് കയറുന്ന ആ തിരക്കാട്ടോ നിങ്ങൾ കാണുന്നത്. ഹോണടി കേട്ടോ, ഭയങ്കര ഹോണടിയാണ്. ഞങ്ങളിത് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര കേൾക്കാൻ പറ്റാത്ത കേട്ടോ. ഭയങ്കര ഹോണടി. ഒരു വെറുതെ ഇങ്ങനെ ഹോണിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മാത്രം കാണുന്ന ഒരു ഓട്ടോ ആണ്. ഞാൻ ഇവിടെ മാത്രം കണ്ടേ. നോക്കി, ഓട്ടോ ആണോ ടുക് ടുക്ക് ആണോ, ഇത് എന്താ പറയുന്നതിന്? പക്ഷെ ഒരു കാര്യം കേട്ടോ, ഈ തിരക്ക് പിടിച്ച റോഡിൽ അതില് പോവാണെങ്കിൽ ഈസി ആയിട്ട് പോവാം. ഇടയ്ക്ക് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നൂന്ന് വലിഞ്ഞൊക്കെ പോവാൻ പറ്റും. കുറച്ച് സ്ഥലം മതിയല്ലോ. ഇത് കണ്ടില്ലേ, ഒരു വണ്ടി ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പെട്ടു. അവിടെ അത്രയും ഭയങ്കര ബ്ലോക്കായിരിക്കും. ബൈക്കുകാരവിടെ സ്ഥലം ഉണ്ടാക്കി പോവാ കേട്ടോ. തട്ടുമുട്ടുമെന്ന് ഇവർക്കൊരു വിഷയമല്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാടടുത്ത് കണ്ടു വണ്ടികൾ പരസ്പരം തട്ടുന്നു. പക്ഷെ അതാരും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. നമുക്ക് പേടിയാവും കാണുമ്പോ, അയ്യോ ദേ വണ്ടി തട്ടിയല്ലോ എന്നൊക്കെ.
പതുക്കെ വണ്ടി തട്ടില്ലേ. അയ്യോ അത് മൂവ് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് വലതുവശത്തേക്കാ പോവേണ്ട കേട്ടോ. അത് നോക്കണേ. ആ ശരി, അത് പണി കിട്ടും. ഒരു മരം നിൽക്കുന്നുണ്ട്, അതിന്റെ അപ്പുറത്തൂടെ വരെ കണ്ടോ. പതുക്കെ. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് പേടിയാന്ന്. പക്ഷെ കാര്യമൊക്കെ ശരിയാട്ടോ. ആഗ്രയാണ്, താജ്മഹലുള്ള സ്ഥലമാണ്, ഇത്രയും ഫേമസ് ആണ്. പക്ഷെ റോഡുകള് വളരെ മോശമാണ് കേട്ടോ. ഒരു എന്താ പറയാ, ഭയങ്കര അത് ഇച്ചിരി കൂടെ നമ്മള് എന്താ പറയാ, നമുക്കത് തോന്നും. ഇത്രയും നല്ലൊരു ഇത് ആൾക്കാർ കാണാൻ വരുമ്പോ വിദേശികളായാലും അവര് തന്നെ വിചാരിക്കില്ലേ, വേണ്ട ഈ വണ്ടിയിലൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് പണി. ഇതുപോലെ എല്ലാ വണ്ടിക്കും പോറലും പ്രശ്നങ്ങളും ഒക്കെയാണ്. അങ്ങോട്ട് പോണ ഇവിടെ കൊണ്ട് വണ്ടി പിടിക്കും. അതെ അതെ. ഇങ്ങോട്ട് പോണ അവിടെ കൊണ്ട് പിടിക്കും. അവ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇവ അങ്ങോട്ട് കൊണ്ടുവരും. രണ്ടു പേർക്ക് അവിടെ ആകെ മൊത്തം പ്രശ്നമായി ബ്ലോക്ക് ആവും. വണ്ടി അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. എത്ര പ്രാവശ്യമായിന്നറിയോ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? 3 or 4 പ്രാവശ്യം സിഗ്നൽ ആയിട്ടുണ്ട്, എന്നിട്ട് വണ്ടി പോകുന്നില്ല. അനങ്ങുന്നുണ്ട്, അത് ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ടേ. എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം നമുക്ക് പോകാൻ പറ്റുമോ. അങ്ങോട്ട് പോകേണ്ടവ ഇവിടെ കൊണ്ട് വെച്ചോണ്ട് ഇതിന്റെ ഇടയിൽ വെച്ചോണ്ടിരിക്കുകയാണ്. ഇവന്മാരെ പോലെ ഉള്ള പൊട്ടന്മാരാണ്. അതെ അതെ അതെ. അവൻ കൊണ്ടൊക്കെയായിട്ടുണ്ടോ, അവൻ അങ്ങോട്ടാണ് പോകേണ്ടത്, അവൻ ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് കിടക്കുകയാണ്. അങ്ങനെ അജിത്ത് കേട്ടനും ഞങ്ങളെ തൊട്ടടുത്ത് വന്നത് പെട്ട് കിടക്കുകയാണേ. ഫ്രണ്ടിലെ അവസ്ഥക്ക് വലിയ മാറ്റമൊന്നുമില്ല. വീണ്ടും റെഡ് സിഗ്നൽ വന്നു. അല്ലാതെ 1 മിനിറ്റ് കൂടുതലുണ്ട്. എന്നിട്ടും എത്ര നേരമായില്ലേ? സമയം കൊടുത്തതിന് 10 സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. സിഗ്നൽ കിടന്നാലും ഇങ്ങോട്ടാണ് സിഗ്നൽ കിടക്കുന്നത്, അവിടെ ബ്ലോക്കാണ്. എന്നാലും കൊണ്ട് കുത്തി കയറ്റി പോവാണ്. ഓണടി ഇവിടെ കൂടെയൊക്കെയാണോ ഈ ഡിവൈഡറിന്റെ ഇടയ്ക്കൂടെയൊക്കെ സ്ഥലം ഉണ്ടാക്കി അവര് കൊണ്ട് ചാടുന്നത് കേട്ടോ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ. കുറേ നേരം ചുറ്റി തിരിച്ച് ഞങ്ങൾ സദാർ ബസാറിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട് കേട്ടോ വലിയ രീതിയിൽ. അതുവഴി നമുക്ക് നടന്നു പോയി ഈ കടകളിലൊക്കെ. അത് വലിയൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പാനിപൂരി ഇൻ 6 ഫ്ലേവേഴ്സ്. പക്ഷേ ഇവിടെ ഏറ്റവും പണ്ട് ചിക്കി പാനിപൂരി അതാണ് ഭയങ്കര ഫേമസ്.
ബാസ്ക്കറ്റ് ചാട്ട് മേടിക്കുക കേട്ടോ. ഇവിടുത്തെ ഫേമസ് ആണ് ഈ ബാസ്ക്കറ്റ് ചാട്ട്. ബാസ്ക്കറ്റ് ചാട്ട് ഇതിനിങ്ങനെ പേരെന്ന് പറയുന്നത് കണ്ടോ, ഓരോ ബാസ്ക്കറ്റിനകത്താണ് ഈ ചാട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. इविड़ते स्पेशल मसाला चाप. ये चाप ये सोया से बनता है ना, सोयाबीन. सोया तवा चाप कैसे का നല്ല ചൂടുണ്ടേ. സോയ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഫ്ലേവറാണ്. എരിവും ചാറ്റ് മസാലയുടെ ഫ്ലേവറൊക്കെ ഉണ്ട്. ട്രഡീഷണൽ രീതിയിലുള്ള ഐസ് കോളം ഉണ്ടാക്കുകയാണ്. ട്രഡീഷണൽ രീതിയിൽ ചെയ്തെടുത്ത കേട്ടോ കാലാക്കട്ട ഐസ് ഗോള. ചാറ്റ് മസാല ഉണ്ട്, ചാറ്റ് മസാല സാധനങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് കാലാക്കട്ട കേട്ടോ. ഇതിൽ ഏറ്റവും ഫേമസ് ആണ് ഈ സാധനം.